72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാള സിനിമയ്ക്കും തെന്നിന്ത്യൻ സിനിമാ ലോകത്തിനും ഇത് അഭിമാന നിമിഷമായി മാറി. രാജ്യത്തെ 34 പ്രമുഖ ഭാഷകളിൽ നിന്നായി മത്സര രംഗത്തുണ്ടായിരുന്ന 600ഓളം ചിത്രങ്ങളിലെ അട്ടിമറിച്ചാണ് തെന്നിന്ത്യൻ സിനിമകൾക്ക് ഇത്തവണയും ദേശീയ തലത്തിൽ വൻ നേട്ടം കൊയ്തത്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത പരീക്ഷണ ചിത്രമായ ഭ്രമയുഗം എന്ന ചിത്രത്തിലെ കൊടുമൺ പോറ്റി, ചാത്തൻ എന്നീ ദുരൂഹത നിറഞ്ഞ കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ അനശ്വരമാക്കിയ പ്രകടനത്തിനാണ് മലയാളത്തിലെ പ്രിയ നടൻ മമ്മൂട്ടിയെ രാജ്യം മികച്ച നടനായി തിരഞ്ഞെടുത്തത്. മമ്മൂട്ടിയുടെ കരിയറിലെ 4ാമത്തെ ദേശീയ പുരസ്കാരമാണിത്. ഇതിനു മുമ്പ് 1989 മതിലുകൾ, ഒരു വടക്കൻ വീരഗാഥ എന്നീ ചിത്രങ്ങളിലൂടെയും 1993 പൊന്തന്മാട, വിധേയൻ എന്നീ ചിത്രങ്ങളിലൂടെയും 1998 ഇംഗ്ലീഷ് ചിത്രമായ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്നീ ബയോപിക്കിലൂടെയുമാണ് അദ്ദേഹം ഈ അർഹത നേടിയത്. പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുക്കിയ ഹൊറർ മിസ്റ്റിക് ചിത്രമായ ഭ്രമയുഗത്തിലെ പ്രകടനത്തിന് നേരത്തെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മമ്മൂട്ടി സ്വന്തമാക്കിയിരുന്നു. കൂടാതെ ഭ്രമയുഗത്തിലെ ക്യാമറ ചലിപ്പിച്ച ഷെഹനാദ് ജലാൽ മികച്ച ഛായാഗ്രാഹകനുള്ള ദേശീയ പുരസ്കാരവും സ്വന്തമാക്കി. പ്രാദേശിക ഭാഷാ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിറ്റി ഫാത്തിമ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ, തമിഴ് സിനിമയിൽ നിന്നും നടൻ ധനുഷ് രചനയും സംവിധാനവും നിർവഹിച്ച് പ്രധാന വേഷത്തിലെത്തിയ രായൻ മികച്ച തമിഴ് ചിത്രത്തിനുള്ള പുരസ്കാരം നേടി. ഒപ്പം ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് ധനുഷിന് പ്രത്യേക പരാമർശവും ലഭിച്ചു. ഹിന്ദി വിഭാഗത്തിൽ രാജ്കുമാർ റാവു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച കാഴ്ച പരിമിതിയുള്ള വ്യവസായി ശ്രീകാന്ത് ബെല്ലയുടെ ജീവിതം ആസ്പദമാക്കിയുള്ള ശ്രീകാന്ത് മികച്ച ഹിന്ദി ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത്തവണ പുരസ്കാര നിർണയത്തിൽ സംഗീതത്തിലും മറ്റ് സാങ്കേതിക വിഭാഗങ്ങളിലും തെന്നിന്ത്യൻ സിനിമകളിൽ വലിയ ആധിപത്യം കൈവരിച്ചിട്ടുണ്ട്. നവാസ് അലി സംവിധാനം ചെയ്ത ARM എന്ന ചിത്രത്തിലെ അങ്ങുവാനക്കോണില് എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനത്തിലൂടെ മലയാളത്തിന്റെ പ്രിയ ഗായിക വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നേടി. മേജർ മുകുന്ദ് വരദരാജന്റെ ജീവിതം പറഞ്ഞ അമരൻ എന്ന തമിഴ് ചിത്രത്തിലൂടെ GV പ്രകാശ് കുമാർ മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരവും, ഇതേ ചിത്രത്തിന്റെ തുന്നിച്ചേർക്കലുകൾ ഭംഗിയാക്കിയ R കലൈവാണൻ മികച്ച എഡിറ്റിംഗിനുള്ള പുരസ്കാരവും സ്വന്തമാക്കി. പ്രഭാസ് നായകനായ സയൻസ് ഫിക്ഷൻ ചിത്രം കൽക്കി 2898 AD മികച്ച പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിനുള്ള പുരസ്കാരം നേടിയപ്പോൾ, അല്ലു അർജുൻ നായകനായ പാൻ ഇന്ത്യൻ ചിത്രം പുഷ്പ 2 ദി റൂളർ മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരവും, തമിഴ് ചിത്രം മഹാരാജയിലൂടെ അനൽ അരസ് മികച്ച സൗണ്ട് കൊറിയോഗ്രഫിക്കുള്ള അവാർഡും, മികച്ച കൊറിയോഗ്രാഫർ വിജയ് ഗാംഗുലി മികച്ച നൃത്ത സംവിധായകനുള്ള പുരസ്കാരവും കൈക്കലാക്കി. ഫീച്ചർ വിഭാഗത്തിലെ മറ്റ് പ്രാദേശിക ഭാഷാ ചിത്രങ്ങളിൽ മികച്ച കന്നഡ സിനിമയായി മിഥ്യയും, തെലുങ്ക് സിനിമയായി യദുവംശിയുടെ ദി കാർണിവൽ കമ്മിറ്റിയും, മികച്ച തുളു സിനിമയായി ഇമ്പുവും തിരഞ്ഞെടുക്കപ്പെട്ടു. ഒപ്പം ഗുജറാത്തിയിൽ മാരൻ ദി ഹണ്ട്, ഒഡിയയിൽ ലഹരി, ബംഗാളിൽ ചലച്ചിത്ര അക്കൗണ്ട്, അസമീസിൽ ജൂയി ഫുൽ എന്നിവയും മികച്ച ചിത്രങ്ങളായി. നോൺ ഫീച്ചർ വിഭാഗത്തിൽ ഹിന്ദി ചിത്രമായ രാം നമി മികച്ച ഡോക്യുമെന്ററിയായും, സൗന്ദര്യ ജയചന്ദ്രൻ മികച്ച വിതരണത്തിനായും, ആനന്ദജ്യോതി മികച്ച സംവിധാനത്തിനായും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ, മലയാള ആചാര കലാരൂപത്തെ മുൻനിർത്തിയുള്ള ഭദ്രകാളി നാടകം പ്രത്യേക പരാമർശം നേടി. രചനാ വിഭാഗത്തിൽ പ്രദീപ് ഷെട്ടി എഴുതിയ പുസ്തകം മികച്ച ചലച്ചിത്ര ഗ്രന്ഥമായും, സജീവ് ശ്രീവാസ്തവ മികച്ച ചലച്ചിത്ര നിരൂപകനായും ആദരിക്കപ്പെട്ടു. പരീക്ഷണ ചിത്രങ്ങൾക്കും പുതിയ സംവിധായകർക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് ഇന്ത്യൻ സിനിമയുടെ കലാപരമായ നിലവാരം ഉയർത്തുന്ന രീതിയിൽ ജൂറി അവാർഡുകൾ പ്രഖ്യാപിച്ച ഈ വേളയിൽ വരും ദിവസങ്ങളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് രാജ്യത്തിന്റെ രാഷ്ട്രപതി ജേതാക്കൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നതാണ്.